ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവർ വിവാഹിതരായി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നയനയുടെ നേരെ ഒരു റോസപ്പൂ നീട്ടിക്കൊണ്ട് അജയ് ചോദിക്കുന്നു, വിൽ യു മാരി മീ? പെട്ടെന്ന് നയനയുടെ മുഖം വാടുകയാണ്. നയനയൊന്ന് ശ്രദ്ധിച്ചിട്ട് അജയ് പറയുന്നു, സോറി നയന, സോറി. നയന ചോദിക്കുന്നു, നിനക്കെന്നോട് പ്രണയമാണോ? അപ്പൊ അജയ് പറയുകയാണ്, സോറി, ഇതിന്റെ പേരില് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കരുത്. നയന പറയുകയാണ്, നിന്റെ മനസ്സില് വല്ലാത്തൊരിഷ്ടം നെഞ്ചെടുപ്പ് പോലെയുണ്ട് അല്ലെ? ഇത് കേട്ട് അജയ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് നയന പറയുകയാണ്, എന്താ എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇത്ര വൈകിയതെന്നാ എന്റെ ചിന്ത. ഐ ലവ് യു അജയ്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി നയനയെ കെട്ടിപ്പിടിക്കുകയാണ് അജയ്. നയന പുഞ്ചിരിച്ച് അജയെ നോക്കുന്നു. തുടർന്ന് അജയ് ഓർക്കുകയാണ് നയനയുമായുള്ള ആ പ്രണയ നിമിഷങ്ങൾ. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിലേക്ക് വരികയാണ് അച്യുതനും ഭൂമിയും. ഭൂമി പറയുന്നു, ക്ഷേത്രത്തിലെ ഒരു തേങ്ങ അടിക്കണം. നമ്മുടെ CCTV രാവിലെ മുതൽ ഈ സമയം വരെ ഓടിയിട്ടും എങ്ങും നിന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇത് കേട്ട് അച്യുതൻ പറയുകയാണ്, ഇവന് പഴയ ആരോഗ്യം വന്നു മോളെ, ഇനി ഒരിക്കലും മരിക്കില്ല, ഞാനും മരിക്കില്ല. ഇത് കേട്ട് ഞെട്ടി അച്യുതനെ നോക്കുകയാണ് ഭൂമി. കാറിൽ നിന്ന് ഇറങ്ങിയ അച്യുതൻ പറയുകയാണ്, എന്റെ ജീവനല്ല ഇവൻ, ഇനിയിപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗം വന്നാലും മരിക്കില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആയി. കണ്ടു നിറങ്ങിയ തോളിൽ കൈവച്ച് ഭൂമി പറയുന്നു, അച്ഛൻ സ്ട്രോങ് ആണ്, മനസ്സില് ദൃഢനിശ്ചയം വേണം. ഞാൻ സ്ട്രോങ് ആണ്, ക്യാൻസർ പോലെയുള്ള രോഗം വന്നാലും മരിക്കില്ലെന്ന് ഈ ഡോക്ടർമാര് പറയുന്നതേ. വിൽ പവർ ഉണ്ടെങ്കിൽ, അതായത് മനോബലം ഉണ്ടെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നാലും രക്ഷപ്പെടുമെന്ന്. ചിരിച്ചുകൊണ്ട് അച്യുതൻ പറയുകയാണ്, അതിപ്പോ തെളിയിക്കാൻ എനിക്ക് ക്യാൻസർ വരണോ മോളെ? ഇത് കേട്ട് ഭൂമി കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ മോളെ വന്നേന്ന് പറഞ്ഞ് അച്യുതൻ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വരുന്ന അവരെ കണ്ട് അംബിക പറയുകയാണ്, വന്നല്ലോ ബോബനും മോളിയും, എവിടെയായിരുന്നു രണ്ടാളും? സമയം എന്തായി? 11 മണി കഴിഞ്ഞു. എവിടേക്കോ തെണ്ടി തിരിഞ്ഞ് നടക്കുക രണ്ടും കൂടെ. ഏത് സിനിമ എന്ന് അംബിക ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, ഒരു നാടക നടിയുടെ പ്രണയകഥ. സത്യമാണോ എന്ന് അംബിക ചോദിക്കുമ്പോൾ ചുമ്മാതാണെന്ന് കൈകൊണ്ട് ഭൂമിയുടെ പിന്നിൽ നിന്ന് കാണിക്കുകയാണ് അച്യുതൻ. അംബിക പറയുന്നു, ദേ സമയാകുന്നു, ഈ ഡ്രസ്സ് ഉടനെ ഇട്ടിട്ട് വരണമെന്ന് പറഞ്ഞ് ഭൂമി അച്യുതന്റെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുകയാണ്. ഇത് എപ്പോ വാങ്ങിയെന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, പറയുന്നത് അനുസരിക്കേണ്ട അച്ഛാ. അല്ല, ഞാൻ പറയുന്നത് മോളല്ലേ അനുസരിക്കേണ്ടതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, ആദ്യം മിണി കടക്കും, വേഗം വിട്ടോ, പോയി മാറ്റിട്ട് വാ, ചെല്ല അച്ചുവേട്ടാന്ന് അംബിക പറയുമ്പോൾ അച്യുതൻ അകത്തേക്ക് പോവുകയാണ്. ഭൂമി ചോദിക്കുന്നു, അമ്മ എല്ലാം റെഡിയല്ലേ? അംബിക പറയുന്നു, മോള് പറഞ്ഞതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഭൂമി പറയുന്നു, അത് അച്ഛൻ അറിയാതിരിക്കാനാ ഇത്രയും സമയം മാറ്റി നിർത്തിയത്. അംബിക പറയുന്നു, മോള് പോയി വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അച്യുതൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവിടേക്ക് വരുമ്പോൾ അംബിക പറയുകയാണ്, ഇവിടെ നോക്കട്ടെ, നല്ല രസമുണ്ട്. അച്യുതൻ ചോദിക്കുന്നു, എന്തിനാ ഈ പാതിരാത്രിയില് ഈ ഫാൻസി ഡ്രസ്സ്? മോളോട് ചോദിക്കാമായിരുന്നില്ലേന്ന് അംബിക പറയുമ്പോൾ അച്യുതൻ പറയുകയാണ്, അയ്യോ അതിപ്പോ വേണ്ട, മോളുടെ ആഗ്രഹത്തിന് അച്യുതനെതിരല്ല. ഇത് കേട്ട് അംബിക പറയുകയാണ്, എന്നാ പിന്നെ മിണ്ടാതെ അവളെ അങ്ങ് അനുസരിച്ചു. ഭൂമി സന്തോഷത്തോടു കൂടി അവിടേക്ക് വരുമ്പോൾ അച്യുതൻ പറയുകയാണ്, ഇന്നിപ്പോൾ എന്തോ പ്രത്യേകതയുണ്ടല്ലോ മോളെ. ഭൂമി ചോദിക്കുന്നു, ഉണ്ടോ, നോക്കാം വാ. അച്യുതൻ ചോദിക്കുന്നു, എന്താന്ന് പറയടി മോളെ. അച്യുതന്റെ കണ്ണുപൊത്തി ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഭൂമി. അംബികയും ലക്ഷ്മിയും പിന്നാലെ വരുന്നു. ആ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും കേക്കും ഒക്കെ കണ്ടു നിറങ്ങിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അച്യുതൻ. ഭൂമിയും മറ്റെല്ലാവരും അവിടേക്ക് വരുന്നു. എല്ലാവരെയും കണ്ട് കണ്ണു നിറഞ്ഞ് ഭൂമിയെ ചേർത്ത് പിടിക്കുകയാണ് അച്യുതൻ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അച്യുതന്റെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ് അംബിക. ഭൂമി പറയുന്നു, ഈ സീനിന്റെ തിരക്കഥ ശിവൻ, സംവിധാനം ദാസൻ, പ്രൊഡക്ഷൻ കൺട്രോളർ മാത്യു സാറ്, പിന്നെ നിയമ ഉപദേശം ബാലേട്ടൻ. തുടർന്ന് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടി ഫോട്ടോ എടുക്കുകയും അച്യുതൻ കേക്ക് കട്ട് ചെയ്യുകയാണ്. അംബികയും ഭൂമിയും അച്യുതന്റെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുക്കുന്നു. അച്യുതനും അവർക്ക് കേക്ക് കൊടുക്കുകയാണ്. എല്ലാവരും സമ്മാനങ്ങളുമായി വരുമ്പോൾ ഭൂമി പറയുകയാണ്, എല്ലാവരും സമ്മാന പൊതിയുമായിട്ടാണല്ലേ വന്നത്? മാത്യു സാറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഡോളർ കാണുമല്ലേ? മക്കള് കാനഡയിൽ നിന്ന് അയക്കുന്നത്. ഉമ്മയ്ക്ക് എല്ലാ മാസവും ജീവനാംശം കിട്ടുന്നുണ്ട്, എന്ത് ചെയ്യണോന്ന് അറിയില്ല അല്ലേ? അത് കുഴപ്പമില്ല മോളെ എന്ന ഉമ്മ പറയുമ്പോൾ ഭൂമി പറയണം, പിന്നെ ശിവനും ദാസനും 8-10 സിനിമകളൊക്കെ ചെയ്തല്ലോ, കാശ് എന്ത് ചെയ്യണോന്ന് അറിയാതെ നടക്കുന്നു അല്ലെ? ബാലേട്ട, പ്രായപൂർത്തിയായ 3 പെൺകുട്ടികള്, റിട്ടയർ ആകാൻ 4 വർഷം മാത്രം, ജീവിതം മുഴുവനും പ്രാരാബ്ദം. ഇത് കേട്ട് ബാലൻ പറയുകയാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളുടെ അച്ഛന് എന്റെ ഒരു ചെറിയ സമ്മാനം കൊടുത്തപ്പോൾ എന്റെ മനസ്സ് നിറയെ സന്തോഷമാ, ആ സന്തോഷം എന്തിനാ മോളെ നിഷേധിക്കുന്നത്? ഇത് കേട്ട് ഭൂമി പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നിങ്ങൾ വന്നതാ ഞങ്ങളുടെ സമ്പത്ത്. എല്ലാവരും അച്യുതന് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി അത് അച്യുതൻ വാങ്ങുമ്പോൾ പെട്ടെന്ന് അംബിക കാണുകയാണ് മൂക്കിലൂടെ ചോര വരുന്നത്. അംബിക പറയുന്നു, അയ്യോ ദേ അച്യുട്ടന്റെ മൂക്കിൽ ചോര. അപ്പൊ ഭൂമി പറയണേ, ഇത് ഭയപ്പെടാനൊന്നുമില്ല, ഇതുപോലെ ഒരു പ്രാവശ്യം രക്തം വന്നിരുന്നു, അച്ഛനെ ഞാൻ ഡോക്ടറെ കാണിച്ചതാ. അതെ, അച്ഛന് അസുഖമൊന്നും ഇല്ലമ്മേ. അച്യുതൻ പറയുന്നു, ഞങ്ങൾ ഡോക്ടറെ കണ്ടതാ, രക്തവും പരിശോധിച്ചു, ഒന്നുമില്ലെന്നേ. മാത്യു സാർ പറയുന്നു, എന്നാലും ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരും. കാണാമെന്ന് ഭൂമി പറയുമ്പോൾ ബാലൻ പറയുകയാണ്, ഇനി അധിക നേരം ഇങ്ങനെ നിർത്തണ്ട, അച്ഛനെ കൊണ്ടുപോയി കിടത്ത്. അച്ഛൻ വാന്ന്
പറഞ്ഞ അച്യുതനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഭൂമിയും അംബികയും. അച്ഛൻ കിടന്നു, സമയം ഒരുപാടായെന്ന ഭൂമി പറയുമ്പോൾ അച്യുതൻ പറയുകയാണ്, എന്നാലും അവരെയൊക്കെ യാത്ര അയക്കണ്ടേ മോളെ? ഭൂമി പറയുന്നു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മ, പുതപ്പിക്ക്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഭൂമി പൊട്ടിക്കരയുകയാണ്. തുടർന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഭൂമി. സത്യദാസ് വഴിപാടിനുള്ള രസീതുകൾ എഴുതിപ്പിക്കുകയാണ് ഭാര്യയ്ക്കും മകൾക്കും. ഭൂമി പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ അച്ഛന്റെ ജീവൻ സംരക്ഷിച്ചു തരണം. ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഭഗവാൻ തീരുമാനിച്ചതുപോലെ നടന്നു. അച്ഛന്റെ രോഗം മാറ്റി തരണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, സമയം തരണം. ഞാൻ ലോൺ നോക്കുന്നുണ്ട്, ഏതെങ്കിലും മാർഗത്തിൽ ഞാൻ കണ്ടെത്തും. അച്ഛന്റെ സുരക്ഷ ഭഗവാന്റെ കയ്യിലാ. തുടർന്ന് സത്യദാസ് പ്രാർത്ഥിക്കുകയാണ്, പോലീസിൽ ജോലി ചെയ്യുമ്പോൾ ഒട്ടുമിക്ക കേസും തെളിയിക്കാൻ കഴിഞ്ഞു. എല്ലാം ഈശ്വരന്റെ കൃപ. പക്ഷേ എന്റെ ഭാര്യ, എന്റെ മകൾ, ആ കേസ് അന്വേഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അവരെ എനിക്ക് കാണിച്ചു തരണം. തുടർന്ന് സത്യദാസ് ക്ഷേത്രത്തിൽ നിന്നും പോകാനായി തുടങ്ങുമ്പോൾ അവിടെ കൂടി വരികയാണ് ഭൂമി. സത്യം ചോദിക്കുന്നു, ഭൂമിയോ ഇവിടെ? അപ്പൊ ഭൂമി പറയുകയാണ്, ഞാനേ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. എന്താ പ്രത്യേകിച്ചെന്ന് സത്യം ചോദിക്കുമ്പോൾ ഭൂമി പറയുന്നു, ഒന്നുമില്ല, ആരോഗ്യ സംരക്ഷണം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണല്ലോ, ഇടയ്ക്ക് മുഖം കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് രോഗം ഉണ്ടായിട്ടല്ല, ഒരു കരുതല്. അല്ല സാറ് ദൈവവിശ്വാസിയാണോ? സത്യം ചോദിക്കുന്നു, എന്നെ കണ്ടാൽ അവിശ്വാസിയുടെ ലുക്കുണ്ടോ? അപ്പൊ ഭൂമി പറയുകയാണ്, അയ്യോ, ഒരു ഫിലിം ആക്ടറുടെ ലുക്കുണ്ട്. ചിരിച്ചുകൊണ്ട് സത്യം പറയുന്നു, ഭൂമി പൊളിറ്റിക്സിൽ ഇറങ്ങിക്കോ, സ്തുതി പാഠകർക്കുള്ളതാ, പെട്ടെന്ന് മന്ത്രിയാകും. ഇത് കേട്ട് ഭൂമി ചോദിക്കണ, അയ്യോ, എന്നെ ജയിലിലാക്കാനാണോ? മന്ത്രിയും തന്ത്രിയും ഒക്കെ ഇപ്പം ജയിലിലേക്കല്ലേ? സ്വർണം, അയ്യപ്പന്റെ സ്വർണം. അപ്പൊ സത്യം പറയുന്നു, ഭൂമിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. അപ്പൊ ഭൂമി പറയുകയാണ്, ഉണ്ടല്ലോ, സാർ എന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സത്യം പറയുകയാണ്, അതല്ല, എന്റെ മോള്, എന്റെ മോളുടെ സ്വഭാവം പോലെ തോന്നും ഭൂമിക്ക്, ഭൂമിയുടെ ക്യാരക്ടർ, ലുക്ക് ഒക്കെ. ഇത് കേട്ട് ഭൂമി പറയുന്നു, എങ്കിലേ എന്നെ മോളായിട്ട് കൂട്ടിക്കോ. ഇത് കേട്ട് സത്യം പറയുകയാണ്, എങ്കിൽ എന്നോടൊപ്പം എന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വരും. എന്താ റെഡി? ഇത് കേട്ട് ഭൂമി പറയുകയാണ്, ആദ്യം പിടി കൊടുക്കും സാറേ. ഭൂമി ആകാശവും സ്വർഗവും തരാമെന്ന് പറഞ്ഞാലും എന്റെ അച്ഛനെ വിട്ട് ഞാൻ വരില്ല. ഇത് കേട്ട് സത്യം പറയുന്നു, മോളുടെ അച്ഛൻ ഭാഗ്യവാനാ. എന്താ അച്ഛന്റെ പേര്? അച്യുതൻ എന്ന് ഭൂമി പറയുമ്പോൾ സത്യം പറയുകയാണ്, അച്യുതന്റെ അച്യുതണ്ടില ഈ ഭൂമി കറങ്ങുന്നത്. പുഞ്ചിരിച്ച ഭൂമി പറയുന്നു, അതെ, ആ അച്യുതണ്ട് എന്നും എനിക്ക് വേണം. അതൊടിയുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കേട്ട് സത്യം പറയുന്നു, ഒരിക്കലും അതൊടിയില്ല. മോളുടെ സ്നേഹം കൊണ്ട് അതിങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ശരി, കാണാം. ദേ, കോഫി കുടിക്കാൻ ഞാൻ വരും. പുഞ്ചിരിച്ച ഭൂമി പറയുന്നു, ഓ വെൽക്കം, ബൈ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി സത്യൻ കാറിലേക്ക് കയറുമ്പോൾ പുഞ്ചിരിച്ച് ടാറ്റ കാണിക്കുകയാണ് ഭൂമി. കണ്ടു നിറങ്ങിയ സത്യൻ ഓർക്കുന്നു കുഞ്ഞു ഭൂമിയുമായുള്ള നല്ല നിമിഷങ്ങൾ. പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി മോളെന്ന് വിളിച്ച് ഭൂമിയുടെ അരികിലേക്ക് ഓടി വരികയാണ് സത്യൻ. ഭൂമി ചോദിക്കുന്നു, എന്താ സർ? സത്യൻ പറയുന്നു, ഒന്നുമില്ല, എനിക്ക് ആ കളഭം ഒന്ന് ചാർത്താം. പിന്നെന്താന്ന് പറഞ്ഞ് സത്യന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുകയാണ് ഭൂമി. സ്നേഹത്തോടുകൂടി ഭൂമിയുടെ കവിളിൽ തലോടി അവിടെ നിന്ന് പോവുകയാണ് സത്യൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ചായയും സ്നാക്സുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഭൂമി. അച്ഛന്റെ പിറന്നാളിനെ കുറിച്ച് ഭൂമി എല്ലാവരോടും പറയുമ്പോൾ അജയോടും പറയുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഒരു കേക്കുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഭൂമി. അച്ഛന്റെ പിറന്നാൾ കേക്കാണെന്ന് ഭൂമി എല്ലാവരോടും പറയുകയും അജയുടെ അരികിലേക്ക് കേക്കുമായി വരികയുമാണ്. ആ കേക്ക് എടുത്ത് അജയ് താങ്ക്സ് പറയുമ്പോൾ അവിടെ നിന്ന് പോകുന്ന ഭൂമി തിരിഞ്ഞു നോക്കുകയാണ്. എന്താന്ന് അജയ് ചോദിക്കുമ്പോൾ ഭൂമി പറയുകയാണ്, അച്ഛന് ഒരാശംസ പ്രതീക്ഷിച്ചു. അപ്പോൾ അജയ് പറയുകയാണ്, തന്റെ അച്ഛനല്ലേ, 10 ഗുണം 10 ഗുണം ആയിരിക്കും. അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞാൽ താൻ വിഷമാകുമ്പോൾ അങ്ങേര് വമ്പം വിഷമായിരിക്കും. ഇത് കേട്ട് കരഞ്ഞു പോകുകയാണ് ഭൂമി. അരികിലേക്ക് വന്ന അജയ് ഭൂമിയോട് കാര്യം അന്വേഷിക്കുമ്പോൾ ഭൂമി കണ്ണുനിറങ്ങി നിൽക്കുകയാണ്. അജയ് പറയുന്നു, അച്ഛൻ തന്റെ സെന്റിയാണല്ലേ, സോറി. അപ്പോൾ ഭൂമി പറയുകയാണ്, അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ നെഞ്ചില് തീ വന്ന് വീണതുപോലെ തോന്നി. എത്രയോ വലിയ ദുരന്തങ്ങളാകും ആ മനസ്സിലുണ്ടാകുക. ഇത് കേട്ട് സംശയത്തോടുകൂടി അജയ് ചോദിക്കുന്നു, എന്താ തന്റെ ഉള്ളിലുള്ള ദുരന്തം? കണ്ണു നിറങ്ങി പുഞ്ചിരിച്ച് അജയെ നോക്കുകയാണ് ഭൂമി. തന്റെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ച് ഭൂമി അജയോട് പറയുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്